ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഹിന്ദുക്കൾ കല്ലിനെയും മരത്തെയും ഒക്കെ പൂജിക്കുന്ന അന്ധവിശ്വാസികളാണ് എന്ന് ഒരാക്ഷേപമുണ്ടല്ലോ. ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കാം. കല്ലിലും മരത്തിലും ഒക്കെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അന്ധവിശ്വാസം അല്ലേ എന്ന് ചോദിച്ചാൽ അന്ധവിശ്വാസം ആണ് എന്ന് പറയാം. പക്ഷേ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി പറയണം. വിശ്വാസവും സത്യവും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ശരിയായ വസ്തുബോധത്തെയാണ് നാം സത്യമായി പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായും യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നതും ബോധ്യമായതും ആയ കാര്യമാണ് അറിവ്. അങ്ങനെ അറിഞ്ഞ് ബോധ്യപ്പെടാത്ത കാര്യങ്ങളുണ്ട് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ദൈവവിശ്വാസം ഒരന്ധവിശ്വാസമല്ലേ? ദൈവത്തെ കണ്ടിട്ടുള്ളവരാരുമില്ല. ദൈവത്തെപ്പറ്റി പല മതങ്ങളും പലതരത്തിലാണ് പറയുന്നത്. ദൈവത്തെപ്പറ്റി പറയുന്ന മതഗ്രന്ഥങ്ങളിലാകട്ടെ ശാസ്ത്രത്തിനും യുക്തിക്കും നിരക്കാത്ത മറ്റ് പല കാര്യങ്ങളും പറയുന്നുമുണ്ട്, പല നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നതുകൊണ്ട് അതിലെഴുതിയിട്ടുള്ള യുക്തിഹീനമായ കാര്യങ്ങൾ വിശ്വസിക്കണം എന്നുണ്ടോ? അന്ത്യകാലത്തെപ്പറ്റിയും ലോകാവസാനത്തെപ്പറ്റിയും മറ്റും പറയുന്ന ഗ്രന്ഥങ്ങളിൽ അമ്പും വില്ലും വാളും കുന്തവും ഗദയും അല്ലാതെ എന്തെങ്കിലും നവീനമായ ഒരായുധത്തെപ്പറ്റി പറയുന്നില്ലല്ലോ. അതായത് ആ ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കിയ കാലത്ത് നിലവിലുള്ള വിഷയങ്ങളെപ്പറ്റി ഉള്ള അറിവും അതിനെ ആധാരമാക്കിയുള്ള സങ്കല്പങ്ങളും ആണ് അവയിലുള്ളത്. അതുകൊണ്ട് മതഗ്രന്ഥങ്ങൾ പറയുന്നത് കൊണ്ട് ദൈവം സത്യമാണ് എന്ന് പറഞ്ഞുകൂടാ. മതവും മതഗ്രന്ഥങ്ങളും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മനുഷ്യർക്ക് ഏതെങ്കിലും വിധത്തിൽ ഉള്ള ദൈവവിശ്വാസം ഉണ്ടായിരിക്കാനാണ് സാധ്യത. അതിനുള്ള കാരണം മുൻപ് പറഞ്ഞിട്ടുള്ളതുമാണ്. ഒരജ്ഞാത ശക്തിയാൽ സർവ്വതും നിയന്ത്രിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിചാരത്തിൽ നിന്നാണ് ദൈവവിശ്വാസത്തിൻ്റെ ഉത്ഭവം. ഭാവനാസമ്പന്നരായ മനുഷ്യർ അവരുടെ ഭാവന പോലെ രൂപവും ഭാവവും കൊടുത്ത് അതിനെ ദൈവമാക്കി സ്വർഗത്തിലും വൈകുണ്ഠത്തിലും കൈലാസത്തിലും എല്ലാം ഇരുത്തി. അതുപോരാ, തൻ്റെ സമീപത്ത് തന്നെ വേണം എന്ന് തോന്നിയവർ ദേവാലയങ്ങൾ ഉണ്ടാക്കി പ്രാർത്ഥിച്ചു. സർവ്വതും സങ്കല്പമാണല്ലോ. ഒരിക്കൽ സോക്രട്ടീസിനോട് ഒരാൾ പല ദൈവങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പല ദൈവങ്ങൾ ഉണ്ടാകാനുള്ള കാരണം മനുഷ്യർ പല സ്വഭാവക്കാരായതാണ്. ദൈവം എന്നത് ഒരു സങ്കല്പമാണ്. സ്വർഗത്തിലാണ് ദൈവം ഇരിക്കുന്നത് എന്ന സങ്കല്പമുള്ളവർക്ക് സ്വർഗത്തിലാണ് ദൈവം. അവർക്ക് ക്ഷേത്രത്തിലോ വിഗ്രഹത്തിലോ ഉള്ള ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ദൈവത്തെ സങ്കല്പിച്ച് കാണുന്ന ഭക്തൻ ആ വിഗ്രഹത്തെ അതുണ്ടാക്കിയ കല്ലോ മരമോ ആയിട്ടല്ല കാണുന്നത്, ദൈവമായിട്ടാണ് കാണുന്നത്. കല്ലിനെ നോക്കി പ്രാർത്ഥിക്കുന്നത് അന്ധവിശ്വാസമല്ലേ എന്ന് ഒരാൾ ഗുരുദേവനോട് ചോദിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ അവിടെ ദൈവത്തെ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പറഞ്ഞാലേ അവർ അതിനെ കല്ലായിട്ട് കാണുകയുള്ളൂ. സർവം നിറഞ്ഞ സർവ്വതിനെയും നിയന്ത്രിക്കുന്ന
സർവ്വതുമായി നിലകൊള്ളുന്ന ഒരു ചൈതന്യമുണ്ട്. അതിനെ സർവ്വതിലും തന്നിലും ഉള്ളതായി അറിയാനോ കാണാനോ കഴിവില്ലാത്തവർ അവരുടെ സങ്കല്പമനുസരിച്ച് ഓരോ സ്ഥലത്ത് ഓരോ രൂപത്തിൽ കാണുന്നു. അതിനെ ആശ്രയിച്ച് തങ്ങളുടെ മാനസികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു. അതുകൊണ്ട് മറ്റാർക്കും ദോഷം ഉണ്ടാകാതിരിക്കുകയും അവർക്ക് ഗുണം ഉണ്ടാവുകയും ചെയ്യുന്നുവെങ്കിൽ അത് അന്ധവിശ്വാസമാണെങ്കിൽ തന്നെയും അതിനെ എതിർക്കേണ്ടതില്ല. അന്ധമല്ലാത്ത വിശ്വാസം എന്തൊക്കെയാണ്? കണ്ടറിഞ്ഞ് ബോധ്യപ്പെട്ടതിനെ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളെ പോലും വിശ്വസിക്കാൻ വയ്യാതാവും. വേദാന്തികൾ പറയുന്നത് പോലെ സർവ്വതും മിഥ്യയാണ്. ചില വിശ്വാസങ്ങൾ ജീവിക്കാൻ ആവശ്യമാണ്. എന്നാൽ അപകടകാരികളായ ചില വിശ്വാസങ്ങളുണ്ട്. അവയെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കണം. ചിലതിനെ എതിർക്കണം. നമസ്കാരം.